വെൽക്കം ടു ട്രിപ്പിൾ പ്രോഫിറ്റ് അനാലിറ്റിക്സ് വീക്ക്ലി സ്റ്റോക്ക് മാർക്കറ്റ് വ്യൂ ഡേറ്റഡ് 6th സെപ്റ്റംബർ. ഇന്ന് നമ്മൾ കവർ ചെയ്യുന്നത് 8th സെപ്റ്റംബർ മുതൽ 12th സെപ്റ്റംബർ വരെയുള്ള വീക്കാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഓണമായിരുന്നു എന്നുണ്ടെങ്കിലും നമുക്ക് വ്യാഴവും വെള്ളിയൊക്കെ നമുക്ക് വർക്കിംഗ് ഡേ തന്നെ ആയിരുന്നു. ഇന്ന് സാറ്റർഡേ ആണെങ്കിലും നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുകയാണ്. എന്തായാലും ഓണത്തിന് കേരളത്തിൽ മാത്രം അവധിയുള്ളതുകൊണ്ട് സ്റ്റോക്ക് മാർക്കറ്റിന് എല്ലാ ദിവസവും വർക്കിംഗ് ഡേ തന്നെയായിരുന്നു. എങ്കിലും മാർക്കറ്റ് വളരെ ആക്റ്റീവായിരുന്നു. GSTയുടെ ഈ റേറ്റ് കട്ടിൻ്റെ ഡിക്ലറേഷൻ വന്നതിന് ശേഷം ഞാൻ വിചാരിച്ചതിലൊക്കെ വലിയ റെസിസ്റ്റൻസ് സ്റ്റേറ്റ് ഗവൺമെൻറ്റുകളുടെ ഭാഗത്തു നിന്നൊന്നും അവരുടെ റവന്യൂ ലോസ് വരുമെന്നുള്ള രീതിയിലുള്ള ആർഗ്യുമെൻറ്റ്സിനൊന്നും നിൽക്കാതെ എല്ലാവരും കഴിഞ്ഞ GST കൗൺസിലിൻ്റെ മീറ്റിങ്ങിൽ 2 ദിവസത്തേക്ക് കൂടിയ മീറ്റിംഗ് ഒരു ദിവസം കൊണ്ട് തന്നെ ഈ റേറ്റ് റിഡക്ഷനെ അപ്രൂവ് ചെയ്തുകൊണ്ടുള്ള തീരുമാനത്തിലെത്തുകയാണ് ഉണ്ടായത്. ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യമാണ്, നമ്മുടെ GST റേറ്റുകൾ കൂടുതലാണ് എന്നുള്ളതും നമ്മൾ GST റേറ്റ് നമ്മുടെ GST മന്ത്ലി കളക്ഷൻ 2 lakhs crores ഒക്കെ ടച്ച് ചെയ്തപ്പോൾ ഇനി GST റേറ്റുകളൊക്കെ കട്ട് ചെയ്യാനുള്ളൊരു സമയമായി എന്നുള്ളൊരു കാര്യം നമ്മൾ പലപ്പോഴും പറയാറുള്ളതാണ്. അതിൽ നമുക്കറിയാം ഇനീഷ്യലി റേറ്റുകളൊക്കെ ഹയർ ലെവലിൽ വെച്ചിരിക്കുന്നത് നമുക്കറിയാം. ഈ എക്സൈസ് ഡ്യൂട്ടി പോലെയുള്ള കുറേ കാലങ്ങളായിട്ട് നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള അങ്ങനെയുള്ള ടാക്സുകളൊക്കെ എടുത്ത് കളയുമ്പോൾ സെൻട്രൽ ഗവൺമെൻറ്റിന് പ്രത്യേകിച്ചും വലിയ റവന്യൂ ലോസ് വന്നാൽ അതിനെങ്ങനെ ഫേസ് ചെയ്യും എന്നുള്ള ഒരു റിസ്ക് അവിടെ ഉണ്ടായിരുന്നതുകൊണ്ടാണ് ഹയർ ലെവൽസിൽ നിലനിർത്തിയിരുന്നത്. പിന്നീട് അതിൽ നിന്ന് മാറി നമ്മൾ സ്മൂത്തായിട്ടുള്ള ഇംപ്ലിമെൻറ്റേഷൻ കഴിഞ്ഞപ്പോൾ ഈവൻ ഗവൺമെൻറ് ലെവലിലും വളരെ കാര്യമായിട്ടുള്ള രീതിയിൽ ചിന്തിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു റേറ്റുകൾ കട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. പെട്ടെന്ന് അതിനിടയിൽ നമ്മൾ റേറ്റ് കട്ട് ചെയ്യാനുള്ള തീരുമാനം അത് അടുത്ത മാസത്തിൽ നമ്മൾ 22nd മുതൽ ഇത് കട്ട് ചെയ്യാനുള്ള തീരുമാനം എടുത്തിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട ഒരു തീരുമാനം വരാനുണ്ടായ കാരണം നമുക്ക് ഇന്ത്യയുടെ മേൽ US 50% താരിഫ് അഡീഷണൽ താരിഫൊക്കെ ചാർജ് ചെയ്തുകൊണ്ടുള്ള ഡിസിഷൻ വന്നതുകൊണ്ടാണ്. എന്തായാലും ഇത് ഇമ്മീഡിയറ്റ് ആയിട്ടുള്ളൊരു തീരുമാനത്തിലേക്ക് നമ്മൾ എത്താനുണ്ടായൊരു കാര്യം ഇതായതുകൊണ്ട് നമ്മൾ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനോട് നമുക്ക് ഒരു നന്ദി പറയാം. എന്തായാലും ഇത് ഒരു വലിയൊരു ചേഞ്ചാണ് ഇന്ത്യൻ എക്കണോമിയെ സംബന്ധിച്ചോളം നടക്കുന്ന കാര്യത്തിൽ സംശയമൊന്നുമില്ല. കാരണം ഇത്രയും വലിയ ഒരു റേറ്റ് കട്ട് അത് നമുക്കറിയാം. പല ഐറ്റംസ് കുറേ അധികം ഐറ്റംസ് 18% നിന്നും 12% നിന്നും 5% മാറിയിട്ടുണ്ട്. അത് ലോവർ ലെവലിലുള്ള കൺസ്യൂമേഴ്സ് എന്നുള്ള രീതിയിൽ കൺസ്യൂമേഴ്സിന് വലിയ രീതിയിൽ അവർക്ക് ഇമ്പാക്റ്റ് ഉണ്ടാകും. നമ്മൾ ഈ സ്റ്റോക്ക് മാർക്കറ്റിന് നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു ഫ്ലക്ച്വേഷനൊക്കെ കണ്ടു. ഹൈ ലെവലൊക്കെ ഉയർന്നുണ്ടെങ്കിൽ താഴെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇമ്പാക്റ്റ് ആക്ച്വലി നമുക്കറിയാം കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം മാത്രമേ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. എങ്ങനെയാണ് ഈ GST റേറ്റ് കട്ട് കൊണ്ട് ലിസ്റ്റഡ് ആയിട്ടുള്ള കമ്പനികൾക്ക് ബെനിഫിറ്റ് വരാൻ പോകുന്നത് നോക്കുമ്പോൾ നമ്മൾ ഇപ്പോൾ GST റേറ്റ് കട്ട് ചെയ്യുമ്പോൾ കമ്പനികളുടെ ലാഭം അതിൽ നിന്ന് ആ റേറ്റ് കട്ട് ചെയ്യുന്നതുകൊണ്ടല്ല കൂടുന്നത്. കാരണം അവർക്ക് ആ റേറ്റ് കട്ട് ചെയ്യുന്നത് കൺസ്യൂമേഴ്സിന് പാസ് ചെയ്ത് കൊടുക്കേണ്ടി വരും. ആ റേറ്റ് കട്ട് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന കുറവ് കമ്പനികളുടെ ലാഭമായിട്ട് വരില്ല എന്നുള്ളത് മനസ്സിലാക്കണം നമ്മൾ. അതേസമയം നമുക്ക് ഒരു എക്കണോമിയിൽ നമുക്കറിയാം കോമ്പീറ്റ് ചെയ്തുകൊണ്ട് വിൽക്കുന്ന കമ്പനികൾക്ക് ഈ റേറ്റ് പാസ് ചെയ്ത് പരമാവധി കൊടുക്കാതിരിക്കാൻ സാധിക്കില്ല. അത് അങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വരുന്നൊരു ഏറ്റവും വലിയൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ കുറേയധികം അവർക്ക് ഡിമാൻഡ് കൂടും. കാരണം പലർക്കും പല പ്രോഡക്ട്സും എഫോർഡബിൾ ആവും. പ്രത്യേകിച്ച് നമുക്ക് ബൈക്കുകളും കാറുകളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൂടുതൽ പേർക്ക് അവർക്കിത് വാങ്ങാനുള്ള ഒരു എഫോർഡബിൾ ആവും. അപ്പോൾ അതിൽ വരുന്ന ഡിമാൻഡിലൂടെ കൂടുതൽ വോള്യം ചെയ്താണ് കമ്പനികൾക്ക് ബിസിനസ് കൂട്ടാനും പ്രോഫിറ്റ് കൂട്ടാനും സാധിക്കുക. അതിൽ പലരും കൺഫ്യൂസ് ചെയ്യുന്നത് ഇത് GST കട്ട് ചെയ്യുമ്പോൾ കമ്പനികളുടെ പ്രോഫിറ്റ് അതിനനുസരിച്ച് കൂടുമെന്നുള്ളതാണ്. പക്ഷേ അതിനനുസരിച്ച് കമ്പനികൾക്ക് വോള്യം കൂട്ടാൻ സാധിക്കുമ്പോൾ ബിസിനസ് കൂട്ടാൻ സാധിക്കുമ്പോൾ അവരുടെ പ്രോഫിറ്റ് കൂടുക എന്നുള്ള
ആ രീതിയിലായിരിക്കും പ്രധാനപ്പെട്ട കമ്പനികളെല്ലാം ഈ റേറ്റ് കട്ടിന് യൂസ് ചെയ്യുക. അല്ലാതെ മറ്റ് ജി എസ് ടി റേറ്റ് കട്ട് പാസ് ചെയ്യാതിരുന്നാൽ ഇതുകൊണ്ട് വലിയ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല എന്നുള്ളതും നമ്മൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് ഒരു റിവേഴ്സ് ട്രെൻഡിലേക്ക് വന്നിട്ടുണ്ട്. കഴിഞ്ഞ നമ്മളിപ്പോൾ കാണുന്ന നിഫ്റ്റിയുടെ വീക്ക്ലി ചാർട്ടാണ്. വീക്ക്ലി ചാർട്ടിൽ നിഫ്റ്റി കഴിഞ്ഞ വീക്കിൽ ഒരു 314 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 24,741 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ സെൻസെക്സും കഴിഞ്ഞ വീക്കിൽ ഒരു 901 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 80,710 ക്ലോസ് ചെയ്തിരിക്കുന്നത്. നിഫ്റ്റിയുടെ മിഡ് ക്യാപ് 100 ഇൻഡെക്സ് കഴിഞ്ഞ വീക്കിൽ 1,347 പോയിൻറ്റ്സിൻ്റെ ഒരു റീബൗണ്ടോടുകൂടി 57,075 ക്ലോസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ നിഫ്റ്റിയുടെ സ്മോൾ ക്യാപ്പ് ഇൻഡെക്സും കഴിഞ്ഞ വീക്കിൽ ഒരു 428 പോയിൻറ്റ്സ് കൂടെ ഉയർന്ന് 17,655 ക്ലോസ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ പുതിയ GST റേറ്റുകൾ വരുന്നത് സെപ്റ്റംബർ 22 മുതലാണ്. ഇതൊരു മേജറായിട്ടുള്ളൊരു ചേഞ്ചാണ് വന്നിട്ടുള്ളത്. നമുക്ക് പുതിയതായിട്ടുള്ള ഈ GST റേറ്റ് വരുമ്പോൾ പ്രധാനമായിട്ടും 4 സ്ലാബുകളാണ് വരുന്നത്. ഒന്ന് 0%, അതായത് എക്സംപ്റ്റ് ഗുഡ്സ് എന്നുള്ളതും 5%, 18%, അതുപോലെ 40% എന്നുള്ളൊരു സ്ലാബ്. ഈ 40% സ്ലാബ് ലക്ഷറി ഗുഡ്സും അതുപോലെ സിൻ ഗുഡ്സ് എന്ന് പറയുന്ന ഐറ്റംസിനാണ്. അത് അങ്ങനെ വരുമ്പോൾ അതുപോലെ തന്നെ അതേസമയം നമ്മൾ കാണുന്നത് മേജറായിട്ടുള്ള കൺസ്യൂമർ ഗുഡ്സ് അത് നോക്കുകയാണെങ്കിൽ പേഴ്സണൽ കെയറിനുള്ള ഹെയർ ഓയിൽ, ഷാംപൂ, സോപ്പ്, ഓറൽ കെയർ പ്രോഡക്ട്സ് ഇതെല്ലാം 18% നിന്നും അതുപോലെ തന്നെ 12% നിന്നും 5% മൂവ് ചെയ്തിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ പ്രോഡക്ട്സ് എല്ലാം കുറേയധികം മുമ്പുണ്ടായിരുന്നതിനേക്കാളും വില കുറവിൽ നമുക്ക് ലഭിക്കും. അതുപോലെ മറ്റുള്ള ഐറ്റംസ് നോക്കുകയാണെങ്കിൽ പാക്കേജ് ഫുഡ്, ബിസ്ക്കറ്റ്സ്, മിനറൽ വാട്ടർ, ഫുഡ് വെയർസ് 2,500 താഴെയുള്ള ഫുഡ് വെയർ ഐറ്റംസ്, മരുന്നുകൾ, അതുപോലെ ഹൗസ് ഹോൾഡ് ക്ലീനിങ് ഐറ്റംസ് ഇതൊക്കെ 5% വന്നിട്ടുണ്ട്. അതെല്ലാം കൺസ്യൂമേഴ്സിൻ്റെ ടാക്സ് ബർഡൻ കുറയ്ക്കും. അതുപോലെ നമ്മൾ നോക്കുകയാണെങ്കിൽ എയർ കണ്ടീഷണേഴ്സ്, ലാർജ് ടെലിവിഷൻസ്, റെഫ്രിജറേറ്റേഴ്സ്, അതുപോലെ വാഷിംഗ് മെഷീൻസ് എല്ലാം 28% ടാക്സ് സ്ലാബിൽ നിന്ന് 18% ഉള്ള മൂവ്മെൻറ്റും കൺസ്യൂമേഴ്സിന് വളരെ ബെനിഫിഷ്യലായിട്ടുള്ള ഐറ്റംസാണ്. അതുപോലെ ചില പ്രോസസ്ഡ് ഫുഡ് ഐറ്റംസും ബീവറേജസും 5% മാറിയിട്ടുണ്ട്. അതും വളരെ ബെനിഫിഷ്യലായിട്ടുള്ള കാര്യങ്ങളാണ്. എന്തായാലും ഗവൺമെൻറ് ഇതിൽ നിന്നും കുറേയധികം ഇൻഫ്ലേഷൻ്റെ ഒരു പ്രഷർ കുറയ്ക്കാനുള്ള ഒരു ഉദ്ദേശമാണ് ഗവൺമെൻറ് ഇതിലൂടെ ഉണ്ടാകുന്നത്. അതുപോലെ തന്നെ ഡൊമസ്റ്റിക് മാർക്കറ്റിന് വലിയൊരു സ്റ്റിമുലസ് ഇതോടുകൂടി കൊടുക്കാനാണ് ഗവൺമെൻറ് ഉദ്ദേശിക്കുന്നത്. അതുപോലെ നമ്മൾ ബൈക്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ 350cc വരെയുള്ള ബൈക്കുകളുടെ GST റേറ്റ് 28% നിന്ന് 18% കട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു 98% നമ്മൾ കോമൺ മാൻ ഉപയോഗിക്കുന്ന 2 വീലേഴ്സും ഈ 28% നിന്ന് 18% മൂവ് ചെയ്യുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അത് സാധാരണ ബൈക്കുകളെന്ന് പറഞ്ഞാൽ ഹീറോയുടെ സ്പ്ലെൻഡർ, ഹോണ്ട ഷൈൻ, TVSൻ്റെ അപ്പാച്ച്, ബജാജ് പൾസർ, അതുപോലെ റോയൽ എൻഫീൽഡിൻ്റെ ക്ലാസിക് 350, ഹണ്ടർ 350 എന്നൊക്കെ പറയുന്ന ഈ എല്ലാ മോട്ടോർ സൈക്കിളുകളും 18% മൂവ് ചെയ്യും. അതായത് 10% ക്ലിയർ സേവിങ് അവിടെ കൺസ്യൂമേഴ്സിന് വരും. അതേസമയം ബൈക്സ് 350cc മുകളിലുള്ള ഈ KTM 390, റോയൽ എൻഫീൽഡ്, ഹിമാലയൻ 450, ട്രയംഫ് അതുപോലെയുള്ള അതെല്ലാം ഇപ്പോഴുള്ള 28% നിന്ന് 40% മൂവ് ചെയ്യും. അതേസമയം 40% മുമ്പ് 40% ഉണ്ടായിരുന്ന ഐറ്റംസ് ഹയർ ലെവലിലുള്ള ബൈക്സ് ആണെങ്കിൽ അതിൽ സെസ് ഉണ്ടായിരുന്നത് കട്ട് ചെയ്യുകയും ചെയ്യും. അതേസമയം മാരുതി പോലെയുള്ള കാറുകളുടെ നോക്കുകയാണെങ്കിൽ ഈ സെപ്റ്റംബർ 22 മുതൽ കാറിൻ്റെ നമ്മൾ ബൈ ചെയ്യുന്നവരെ സംബന്ധിച്ചിടത്തോളം വലിയ സേവിങ് വരുന്നത് സ്മോൾ കാർസിനാണ് ഇതിൽ ഏറ്റവും കൂടുതൽ സേവിങ് വരുന്നത്. ആ കാറുകളുടെ എല്ലാം 28% നിന്നും GST പോലത്തെ 18% ഉള്ള ലോവർ ലെവലിലേക്ക് മൂവ് ചെയ്യും. അതിൽ ചെറിയ കാറെന്ന് പറഞ്ഞാൽ മാരുതിയുടെ സുസുക്കി ഓൾട്ടോ, ഈ സുസുക്കി ഓൾട്ടോയിലെല്ലാം ഒരു ഓൾമോസ്റ്റ് ഒരു 60,000 വരെ ഒരു കാറിൽ GSTയിൽ കുറവ് വരും.
അതുപോലെ വാഗനാർ എന്ന് പറയുന്ന കോമൺ മാൻ യൂസ് ചെയ്യുന്ന കാറിനൊരു 60-67,000 പ്രൈസിൽ GST കുറയും. അതേസമയം മാരുതി സ്വിഫ്റ്റ്, ബെലനോ, ഡിസയർ എന്നൊക്കെ ഉള്ള ആ മോഡലുകൾ പക്ഷേ നമുക്കറിയാം 28-ൽ നിന്നും 40% എന്നുള്ള ആ ലെവലിലേക്കാണ് മൂവ് ചെയ്യുന്നത്. അതിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ വിത്തൗട്ട് സെസ് ആണ് ഇപ്പോഴത്തെ ഈ 40% ആപ്ലിക്കബിൾ ആവുന്നത്. അതുകൊണ്ട് മുമ്പുണ്ടായിരുന്ന ഒരു ഓൾമോസ്റ്റ് ഒരു സെസ്സോട് വരുമ്പോൾ ഒരു 50% വന്നിരുന്നത് 40%-ൽ നിൽക്കും എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം. അതുപോലെ ഇതെല്ലാം നമുക്ക് മാരുതിയുടെ കാര്യം മാത്രം എടുത്ത് നോക്കുകയാണെങ്കിൽ അവരുടെ ഒരു 70% കാറുകളും സ്മോൾ കാർസ് ആയതുകൊണ്ട് മാരുതിക്ക് ഈ GST റേറ്റ് കട്ടിൽ നിന്ന് വലിയൊരു ബെനിഫിറ്റ് വരുന്നുണ്ട്. അതേസമയം വലിയ കാറുകൾ വിൽക്കുന്ന ടൊയോട്ട പോലെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം ഇതിൽ നിന്നും റേറ്റ് കട്ട് കൊണ്ട് വലിയ രീതിയിലുള്ളൊരു ബെനിഫിറ്റ് വരുന്നില്ല. പക്ഷേ 40% ടാക്സ് റേറ്റ് എന്നുള്ളത് സെസ് ഇല്ലാതെ വരുമ്പോൾ, അപ്പോൾ സെസ്സോട് കൂടി 40% വന്നിരുന്ന കാറുകൾക്ക് ഓൾമോസ്റ്റ് ഒരു 50% ടാക്സ് വന്നിരുന്നു. അത് 50%-ൽ നിന്നും 40%-ലേക്ക് കുറയും എന്നുള്ളൊരു ബെനിഫിറ്റ് ഉണ്ട്. നമുക്ക് ടൊയോട്ട ഇന്നോവയുടെയൊക്കെ ഒരു GST റേറ്റ് 28%-ഉം സെസ് 22%-ഓട് വരുമ്പോൾ ഒരു 50%-ഓളം വന്നിരുന്നു. അത് 40%-ലേക്ക് വരും. അതുപോലെ തന്നെ നമുക്ക് ഓൾമോസ്റ്റ് ഒരു ഇന്നോവ ക്രിസ്റ്റയുടെയൊക്കെ ഒരു പ്രൈസ് 1.3 lakhs മുതൽ 1.8 lakhs ഒക്കെ കുറയും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതുപോലെ ഇങ്ങനെ കുറേയധികം ചേഞ്ചുകൾ നമ്മുടെ കോമൺ മാൻ്റെ നമ്മുടെ സാധാരണ ജീവിതത്തിൽ വാങ്ങുന്ന ഐറ്റംസിൻ്റെ GST റേറ്റ് കുറയുന്നു എന്നുള്ളത് ഒരുപക്ഷെ ഇത്രയും മാസമായിട്ട് ഐറ്റങ്ങളുടെ പ്രൈസ് കുറയുന്നു എന്നുള്ളത് ഒരുപക്ഷെ നമ്മുടെ ഒന്നും ജീവിതത്തിൽ എക്സ്പീരിയൻസ് ചെയ്യാത്തൊരു കാര്യമായിരിക്കും. അതായിരിക്കും സെപ്റ്റംബർ 22 മുതൽ നമ്മൾ അനുഭവിക്കാൻ പോകുന്ന ഒരു കാര്യം. അപ്പോൾ എന്തായാലും ഇതൊരു GST ആദ്യം നമ്മൾ ഇംപ്ലിമെൻറ്റ് ചെയ്തപ്പോൾ പലർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു, ഇതെങ്ങനെയാണ് ഇതിന് ഇമ്പാക്റ്റ് വരാൻ പോകുന്നത് എന്നുള്ളത്. പക്ഷേ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ഇതെല്ലാം ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഇംപ്ലിമെൻറ്റ് ചെയ്തിരിക്കുന്ന ഒരു കാര്യമാണ്. GST ഇംപ്ലിമെൻറ്റേഷനോടൊപ്പം തന്നെയാണ് അത് വന്നതിന് പിന്നാലെ നമുക്കറിയാം നമ്മുടെ പേയ്മെൻറ്റ്സ് എല്ലാം ഡിജിറ്റലായി സ്ലോലി മാറുന്നുണ്ടായിരുന്നു. ഇപ്പോൾ നമുക്കറിയാം നമ്മൾ ഗൂഗിൾ പേയോ അല്ലെങ്കിൽ മറ്റുള്ള ഫോൺ പേയോ അല്ലെങ്കിൽ അതുപോലെയുള്ള നമ്മൾ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണ് നമ്മൾ ഈവൻ വെജിറ്റബിൾ ഷോപ്പിലോ അല്ലെങ്കിൽ നമ്മൾ എവിടെ പോയാലും നമ്മൾ പേയ്മെൻറ്റ് നടത്തുന്നത് അങ്ങനെ ഡിജിറ്റൽ പേയ്മെൻറ്റ്സ് ആണല്ലോ. അപ്പോൾ ഓവർ പീരിയഡ് ഈ ഒരു ത്രിഷോൾഡിനുള്ളിൽ മുകളിൽ വരുന്ന GST ബിസിനസ്സുകാരെല്ലാവരും ചെറിയവരാണെങ്കിലും അവർ ബിസിനസ്സിൻ്റെ വോള്യത്തിനനുസരിച്ച് GST അതിൻ്റെ കംപ്ലയൻസിലേക്ക് വരും. അവിടെ വരുമ്പോൾ നമുക്ക് ടാക്സ് സ്ലാബുകൾ കുറയേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ അവരെ സംബന്ധിച്ചിടത്തോളം ഹയർ ലെവലിലെ ടാക്സുകൾ കൊടുത്തുകൊണ്ട് അവർക്ക് ചെറിയ ബിസിനസ്സുകൾ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കില്ല. അപ്പോൾ ബാങ്കിലൂടെ പേയ്മെൻറ്റുകൾ ഡിജിറ്റൽ പേയ്മെൻറ്റുകൾ വാങ്ങുന്നതുകൊണ്ട് തന്നെ അവരുടെ സെയിൽസ് എല്ലാം അക്കൗണ്ടഡായി വരാൻ തുടങ്ങും. അപ്പോൾ ആക്ച്വലി ഇത് എല്ലാം കൂടെ കോർത്തിണക്കിക്കൊണ്ട് പോകുമ്പോൾ ഇപ്പോൾ ഒരു ചെറിയ ബിസിനസ്സുകാരൻ ടാക്സ് അടയ്ക്കുന്ന ഒരു സ്റ്റേജിലേക്ക് വരുന്നതുകൊണ്ട് അയാൾക്കൊരു ഡിസഡ്വാൻറ്റേജ് അല്ലേ വരുന്നത് എന്നുള്ളൊരു വിഷയം നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകും. അതല്ല, അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ റവന്യൂ അക്കൗണ്ടഡ് ആവുകയാണ്. അങ്ങനെ വരുമ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്കൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും ബാലൻസ് ഷീറ്റുമായിട്ട് ബാങ്കിനെയൊക്കെ സമീപിക്കാനും അവർക്ക് അതിൻ്റെ ബേസ് ചെയ്തുകൊണ്ട് ബിസിനസ് ഡെവലപ്പ് ചെയ്യാനായിട്ട് ലോൺസ് നേടാനും അവർക്കൊരു ഇൻകം പ്രൂഫ് അവരുടെ കയ്യിലുണ്ടാകും എന്നുള്ളതാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അക്കൗണ്ടഡ് ആയിട്ടുള്ളൊരു ബിസിനസ്സിലേക്ക് വരും. അങ്ങനെ വരുമ്പോൾ കൂടുതൽ പേർക്ക് അതിലേക്ക് വരാനായിട്ട് പ്രചോദനം ലഭിക്കണമെങ്കിൽ അതുപോലെ ടാക്സുകൾ കുറയണം. അപ്പോൾ ഇന്ത്യൻ എക്കണോമിയിലേക്ക് കൂടുതൽ പേര് ഇപ്പോൾ നമ്മൾ ഇതിലൂടെ അല്ലാതെ പോകുന്നത്, നമ്മൾ ലീഗലായിട്ടുള്ള വേയിലൂടെ അല്ലാതെ പോകുന്നവരെല്ലാം ഇതിലേക്ക് വരികയാണ്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ കൂടുതൽ അവർക്ക് ലോൺസ് അവൈലബിൾ ആക്കാനും കുറേ കൂടെ കഴിവുകളുള്ളവർക്ക് ബിസിനസ്സുകൾ ഡെവലപ്പ് ചെയ്യാനും ഒരു ബ്രാഞ്ചുള്ള ആളെ സംബന്ധിച്ചിടത്തോളം
2, 3, 4 ബ്രാഞ്ചുകളൊക്കെ തുടങ്ങാനും അങ്ങനെ ബിസിനസ് ഡെവലപ്പ് ചെയ്യാനൊക്കെ സാധിക്കുകയാണെങ്കിൽ അത് ഓവറോൾ ഇന്ത്യ ആസ് എ കൺട്രി എടുക്കുകയാണെങ്കിൽ എക്കണോമിക്ക് വലിയൊരു ഡെവലപ്മെൻറ്റിലേക്ക് ആയിരിക്കും അത് നയിക്കുക. എന്തായാലും ഇത് GST റേറ്റ് കട്ട് ഞാൻ വളരെയധികം പ്രതീക്ഷയോടുകൂടെ പ്രതീക്ഷിച്ചിരുന്നൊരു കാര്യം തന്നെയാണ്. അതിപ്പോൾ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ്. അതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് തീർച്ചയായിട്ടും സെപ്റ്റംബർ 22 മുതൽ കാണാൻ സാധിക്കും. എന്തായാലും ഇതിൻ്റെ ഇംപ്ലിമെൻറ്റേഷൻ എന്ന് പറയുന്നത് FMCG കമ്പനികളെയും അതുപോലെ പല കമ്പനികളെയും ഇപ്പോൾ കാർസിൻ്റെയോ അല്ലെങ്കിൽ മോട്ടോർ സൈക്കിൾസിൻ്റെ അങ്ങനെയുള്ള കമ്പനികളെ സംബന്ധിച്ചിടത്തോളം കുറേ കൂടി എളുപ്പമായിരിക്കും ഇംപ്ലിമെൻറ്റ് ചെയ്യാനെന്നുണ്ടെങ്കിലും FMCG കമ്പനികൾ പോലെ എക്സാമ്പിൾ ഒരു സോപ്പിൻ്റെ കമ്പനി ആ പ്രോഡക്ട്സൊക്കെ ഒരു വർഷത്തേക്കുള്ള പ്രോഡക്ട്സൊക്കെ ഇപ്പോൾ ഓൾറെഡി മാർക്കറ്റിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. അതിൻ്റെയൊക്കെ സെപ്റ്റംബർ 22 മുമ്പ് തന്നെ ഇവർക്കെല്ലാം ഈ GST റേറ്റ്സ് ഒക്കെ മാറ്റേണ്ടി വരും. അതൊരു വലിയൊരു ടാസ്ക്കാണ്, ഒരു ഹെർക്കൂലിയൻ ടാസ്ക് തന്നെയാണ്. പക്ഷേ അതിലൂടെ കടന്നു പോകേണ്ടി വരും. പക്ഷേ അതൊരു ഇനീഷ്യലി ഒരു കൺഫ്യൂഷനോട് കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ സ്മൂത്തായിട്ട് ഇതിൻ്റെ പ്രൈസ് മാക്സിമം കസ്റ്റമേഴ്സിന് പ്രൈസ് കട്ട് കസ്റ്റമേഴ്സിന് ലഭിക്കുകയും കൂടെ ചെയ്യുകയാണെങ്കിൽ വലിയൊരു ചേഞ്ച് ആയിരിക്കും ഈ GST റേറ്റ് കൊണ്ടുവരുന്നത്. നമ്മൾ കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ കണ്ടു നമ്മുടെ ഫസ്റ്റ് ക്വാർട്ടറിൻ്റെ GDP ഗ്രോത്ത് വന്നപ്പോൾ നമ്മൾ 7.8% GDP ഗ്രോത്താണ് കണ്ടത്. അത് കഴിഞ്ഞ വർഷം 6.5% GDP ഗ്രോത്ത് ആയിരുന്നു എന്നാണ് ഇതിലേക്ക് വന്നിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മൾ ഈ GSTയുടെ റേറ്റ് കട്ട് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു റേറ്റ് അടുത്ത വർഷവും ഈ ക്വാർട്ടറുകളിലൊക്കെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചേക്കും. അത് വളരെ പോസിറ്റീവായിട്ട് നമുക്ക് അങ്ങനെ പ്രതീക്ഷിക്കുകയും ചെയ്യാം. അതുപോലെ നമ്മളെല്ലാ വീക്ക്ലി വീഡിയോയിൽ നമ്മളൊരു ഹൈ വാല്യൂഡ് ആയിട്ടുള്ള ചില സ്റ്റോക്കുകൾ നമ്മളിപ്പോൾ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന ചില സ്റ്റോക്കുകൾ നോക്കാറുള്ളതാണ്. അപ്പോൾ അത് നമ്മൾ അതിനെപ്പറ്റി ഡിസ്കസ് ചെയ്യാം. നമുക്കിപ്പോഴത്തെ GST റേറ്റ് കട്ടിൽ വളരെ ബെനിഫിഷ്യലായിട്ടൊരു കമ്പനിയാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര എന്നുള്ള കമ്പനി. കാർസ് ആൻഡ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് എന്ന ഇൻഡസ്ട്രിയിൽ നിന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിലും ഒരു അപ്വേർഡ് ഡയറക്ഷനിലോട് കൂടി 3561 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. 1000 നിന്നും താഴെ ലെവലിൽ നിന്നും ഒരു ഷോർട്ട് പീരീഡിലാണ് മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര 3561 വന്നിട്ടുള്ളത്. മഹീന്ദ്ര ആൻഡ് മഹീന്ദ്ര വരും ദിവസങ്ങളിലും ഈ ഒരു ഔട്ട് പെർഫോമൻസ് കണ്ടിന്യൂ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അതുപോലെ TVS മോട്ടോഴ്സ് 2 അല്ലെങ്കിൽ 3 വീലേഴ്സിൽ ഒരു ലീഡറായിട്ടുള്ള TVS മോട്ടോഴ്സ് കഴിഞ്ഞ ആഴ്ചയിലും വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്തു. 3476 വന്നാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. TVS മോട്ടോറും വളരെ നല്ല രീതിയിൽ വരും ദിവസങ്ങളിൽ പെർഫോം ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ മാരുതി, നമ്മൾ കാർസ് ആൻഡ് യൂട്ടിലിറ്റി വെഹിക്കിൾസ് എന്നുള്ള മാരുതി കഴിഞ്ഞ ആഴ്ചയിൽ നന്നായി പെർഫോം ചെയ്തിരിക്കുന്നത് നമുക്ക് ചാർട്ടിൽ നിന്ന് കാണാൻ സാധിക്കും. 14,895 മാരുതി ക്ലോസ് ചെയ്തിരിക്കുന്നത്. മാരുതിയും നല്ല രീതിയിൽ തന്നെ പെർഫോം ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാവുന്നൊരു സ്റ്റോക്കാണ്. ഗ്രാവിറ്റ ഇന്ത്യ എന്നുള്ള അതർ നോൺ ഫെറസ് മെറ്റൽസ് എന്നുള്ള സെഗ്മെൻറ്റിൽ നിന്നുള്ള കമ്പനി കഴിഞ്ഞ ദിവസത്തിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 1693 ഗ്രാവിറ്റ കഴിഞ്ഞ ദിവസത്തിൽ ഒരു കൺസോളിഡേഷൻ ശേഷം ഒരു അപ്വേർഡ് മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഗ്രാവിറ്റ ഇന്ത്യയും നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റ് കീപ്പ് ചെയ്യാവുന്ന ഒരു സ്റ്റോക്കാണ്. അതുപോലെ നമ്മൾ കഴിഞ്ഞ വീക്കിൽ നമ്മൾ 1-2 ആഴ്ചയിലും വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 19 NRI ആയിരുന്ന അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്കിൻ്റെ ഒരു അപ്വേർഡ് ഡയറക്ഷനിലുള്ളൊരു മൂവ്മെൻറ്റ്. കഴിഞ്ഞ ആഴ്ചയിലും ഈ സ്റ്റോക്ക് വീണ്ടും നല്ലൊരു മൂവ്മെൻറ്റോട് കൂടി 300 മുകളിലേക്ക് വന്നിരുന്നു. 80 ലെവലിലാണ് ഞങ്ങൾ ഈ സ്റ്റോക്കിനെ റെക്കമെൻഡ് ചെയ്തിരുന്നത്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് 300 മുകളിലേക്ക് മൂവ് ചെയ്തപ്പോൾ ഈ സ്റ്റോക്കിൽ ഞങ്ങൾക്കൊരു 275% പ്രോഫിറ്റിലേക്ക് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള കമ്പനി വന്നിട്ടുണ്ട്. കഴിഞ്ഞ ആഴ്ചയിൽ അപ്പോളോ മൈക്രോ സിസ്റ്റംസിൽ പ്രോഫിറ്റ് നേടിയതിന് ശേഷം ഒരു ക്ലയൻറ്റ് അയച്ചൊരു ഫീഡ്ബാക്കാണ്. ഡിയർ സജീഷ് സാർ, I just wanted to take a moment to applaud your incredible stock pick with Apollo Microsystems. The result speak for themselves. Transaction details: purchased 12,000 shares at 73.91 and 4,300 shares at 79.57. Sold 6,000 shares at 201 and 10,300 shares at 298. Total purchase cost 12,029,171. Total proceeds from sales 42,75,400.
Profit realized 30,46,229. Even after consulting with multiple people investing in equities and mutual funds, I was not able to get proper financial guidance. Your insights has truly stood out and made a tangible difference. It's inspiring to see your recommendations deliver such exceptional results. I am also eagerly waiting for your target on Syrma SGS. Your guidance on this will be invaluable as I plan my next steps. Thank you for sharing your expertise. It's sincerely appreciated. Warm regards. ഈ ക്ലയൻറ്റിന് അപ്പോളോ മൈക്രോ സിസ്റ്റംസ് എന്നുള്ള സ്റ്റോക്കിൽ നിന്ന് മാത്രം 30,46,229 പ്രോഫിറ്റ് ലഭിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഡയമണ്ട് പിക്കിലൂടെ ഞങ്ങൾ കേരളത്തിൽ മലയാളികളെ ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്യാൻ ശ്രമിച്ചത് നമ്മൾ ഒരു റിയൽ എസ്റ്റേറ്റ് വാങ്ങുന്നത് പോലെയൊക്കെ ഒരു സ്റ്റോക്കിനെ കുറിച്ച് പഠിച്ച് കൃത്യമായിട്ടൊരു സ്റ്റോക്കിനെ കുറിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ആ സ്റ്റോക്കിൽ കൂടുതൽ എമൗണ്ട് ഇൻവെസ്റ്റ് ചെയ്യുകയും അതിൻ്റെ ആ സ്റ്റോക്കിൻ്റെ പൊട്ടൻഷ്യൽ അതിനനുസരിച്ച് സ്റ്റോക്കും വലുതാകുമ്പോൾ ആ ക്യാപിറ്റലിൽ നിന്നും ഒരു വലിയൊരു ഗ്രോത്തോടു കൂടി ഒരു മൾട്ടി ഗ്രോത്ത് ആ സ്റ്റോക്കിന് വരുമ്പോൾ ഒരു മൾട്ടി ബാഗറായിട്ടുള്ള സ്റ്റോക്കിലൂടെ പ്രോഫിറ്റ് നേടി വെൽത്ത് ക്രിയേറ്റ് ചെയ്യുന്ന കാര്യമാണ് ഞങ്ങൾ ഡയമണ്ട് പിക്സിലൂടെ ഞങ്ങൾ എഡ്യൂക്കേറ്റ് ചെയ്തത്. അതിലൂടെ എക്സ്പീരിയൻസ് ചെയ്തൊരു ക്ലയൻറ്റിൻ്റെ ഒരു ഫീഡ്ബാക്ക് ആണ് ഇത്. അതുപോലെ നമുക്കറിയാം അപ്പോളോ മൈക്രോ സിസ്റ്റംസിനെ ഞങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്ത് ഞങ്ങൾ നൽകുന്ന ഒരു സമയത്ത് ഈ സ്റ്റോക്കിന് നമുക്കറിയാം പലരുടെയും ഒരു റിസർച്ചിൻ്റെ ഇതിലേക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല. അതിനുശേഷമാണ് സ്റ്റോക്ക് വലിയ രീതിയിൽ മൂവ് ചെയ്തതും കഴിഞ്ഞ ആഴ്ചയിലൊക്കെ ഈ സ്റ്റോക്കിന് ഒരു 25 crores DRDO എന്നുള്ള ഓർഡറൊക്കെ ലഭിച്ചതിന് ശേഷം ഈ സ്റ്റോക്കിൽ കുറേ അധികം റെക്കമെൻഡേഷൻസ് പല റിസർച്ച് ഫേംസൊക്കെ നൽകുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഈ സ്റ്റോക്ക് മൂവ് ചെയ്ത് 320 ലെവലിലേക്കൊക്കെ മൂവ് ചെയ്യുന്നുണ്ടായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. അപ്പോൾ ഇതുപോലെയുള്ള റെക്കമെൻഡേഷൻസ് നേരത്തെ പിക്ക് ചെയ്ത് ഇൻവെസ്റ്റ് ചെയ്ത് അത് പേഷ്യൻസോടുകൂടി ഹോൾഡ് ചെയ്ത് വലിയ പ്രോഫിറ്റ്സ് നേടുന്നൊരു മെത്തേഡാണ് ഞങ്ങൾ ഡയമണ്ട് പിക്കിലൂടെ ഉദ്ദേശിക്കുന്നത്. അതുപോലെ ഞങ്ങളുടെ ഡയമണ്ട് പിക്ക് 17 കഴിഞ്ഞ ആഴ്ചയിൽ 863 സിർമ കഴിഞ്ഞ ആഴ്ചയിൽ 863 മൂവ് ചെയ്തപ്പോൾ ഒരു 92% പ്രോഫിറ്റിലേക്ക് ആ സ്റ്റോക്ക് വന്നിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു ടാർഗറ്റായിട്ടുള്ള 900 അടുത്തേക്ക് മൂവ് ചെയ്തിട്ടുണ്ട് സ്റ്റോക്ക്. വരുന്ന ആഴ്ചകളിൽ സിർമ ഈ ടാർഗറ്റ് അച്ചീവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. അതുപോലെ ഡയമണ്ട് പിക്ക് 19 ആയിരുന്ന ആവലോൺ എന്നുള്ള സ്റ്റോക്ക് കഴിഞ്ഞ ആഴ്ചയിൽ 914 ലെവലിലേക്ക് മൂവ് ചെയ്തപ്പോൾ കഴിഞ്ഞ ആഴ്ചയിൽ ഒരു 6% ഉയർന്നാണ് ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്തുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് ഒരു 66% പ്രോഫിറ്റിലേക്ക് ആവലോൺ വന്നിട്ടുണ്ട്. ഈ ഡയമണ്ട് പിക്കും വരും ദിവസങ്ങളിൽ ഞങ്ങളുടെ ടാർഗറ്റായിട്ടുള്ള 1100 മൂവ് ചെയ്യുമെന്ന് തന്നെയാണ് ഞങ്ങൾ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. അതുപോലെ ഞങ്ങൾ ഏറ്റവും റീസെൻ്റായിട്ട് ഞങ്ങൾ റിലീസ് ചെയ്തത് ഡയമണ്ട് പിക്ക് 30 ആണ്. അതിപ്പോൾ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് സാധിക്കും. ഈ മാസത്തിൽ എന്തായാലും ഞങ്ങളൊരു ഡയമണ്ട് പിക്ക് 31 ഞങ്ങൾ റിലീസ് ചെയ്യുന്നുണ്ട്. അതിൻ്റെ പ്രീ ബുക്കിംഗ് ഞങ്ങൾ നെക്സ്റ്റ് വീക്കിൽ തുടങ്ങുകയും ചെയ്യും. അതുപോലെ നമ്മുടെ സ്വിംഗ് ഡെലിവറി റെക്കമെൻഡേഷൻസ് എന്നുള്ള ഷോർട്ട് ടൈമിലേക്കുള്ള റെക്കമെൻഡേഷൻസിൽ ഞങ്ങൾ അടുത്ത ദിവസങ്ങളിൽ ടാർഗറ്റ് ബുക്ക് ചെയ്ത ചില സ്റ്റോക്കുകൾ ചാർട്ടുകൾ നമുക്കൊരു എക്സാമ്പിളിനായിട്ട് നോക്കാം. ഞങ്ങൾ റേറ്റ് ഗെയിൻ ട്രാവൽസ് ആണ് കഴിഞ്ഞ ആഴ്ചയിൽ ബുക്ക് ചെയ്തൊരു സ്റ്റോക്ക്. 475 നിന്ന് ഈ സ്റ്റോക്ക് 550 മൂവ് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് റേറ്റ് ഗെയിൻ ട്രാവൽസിൽ സാധിക്കുകയുണ്ടായി. അതുപോലെ മറ്റൊരു സ്റ്റോക്കാണ് അപ്പോളോ മൈക്രോ സിസ്റ്റംസ്. ഞങ്ങളൊരു സ്വിംഗ് പുൾ ബാക്കിൽ ഒരു 170 എൻ്റർ ചെയ്തതിന് ശേഷം 200 ലെവലിൽ ഈ സ്റ്റോക്കിൽ ഞങ്ങൾ പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 17% പ്രോഫിറ്റ് ഞങ്ങൾക്ക് ബുക്ക് ചെയ്യാൻ സാധിച്ചിരുന്നു. അതുപോലെ KRBL എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 380 പ്രോഫിറ്റ് ബുക്ക് എൻ്റർ ചെയ്തതിന് ശേഷം 475 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 25% പ്രോഫിറ്റും. അതുപോലെ സ്കിപ്പർ ലിമിറ്റഡ് എന്നുള്ള സ്റ്റോക്ക് ഞങ്ങൾ 485 എൻ്റർ ചെയ്ത് 560 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ ഒരു 15% പ്രോഫിറ്റും. അതുപോലെ ശാരദ എനർജി ഞങ്ങൾ 510 എൻ്റർ ചെയ്ത് 575 പ്രോഫിറ്റ് ബുക്ക് ചെയ്തപ്പോൾ 12% പ്രോഫിറ്റ് ബുക്ക് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് സാധിക്കുകയുണ്ടായി. അതുപോലെ കഴിഞ്ഞ വീക്കിലെ ബെസ്റ്റ് പെർഫോമിംഗ് സ്റ്റോക്കുകൾ നോക്കിയപ്പോൾ ഈ സ്റ്റോക്കുകളിൽ നെറ്റ് വെബ് ടെക്നോളജീസ് 37% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. അതുപോലെ ഗുജറാത്ത് മിനറൽസ് 22% ഉയർന്നും, സമ്മാൻ ക്യാപിറ്റൽ 16% ഉയർന്നും, ബാറ്റ 15% ഉയർന്നും, നാഷണൽ അലുമിനിയം 14% ഉയർന്നും, TBO ടെക് 13% ഉയർന്നും, ബ്രെയിൻ ബി സൊല്യൂഷൻസ് 12% ഉയർന്നും,
സിർമ SGS 12% ഉയർന്നും, NMDC സ്റ്റീൽ 12% ഉയർന്നും, ശ്രീ രേണുക ഷുഗേഴ്സ് 11% ഉയർന്നും, വിജയ ഡയഗ്നോസ്റ്റിക് സെൻറ്റർ 11% ഉയർന്നും, CG പവർ ആൻഡ് ഇൻഡസ്ട്രിയൽ 10% ഉയർന്നും, HBL പവർ സിസ്റ്റംസ് 10% ഉയർന്നും, കെയ്ൻസ് ടെക്നോളജി 10% ഉയർന്നും, ന്യൂലാൻഡ് ലബോറട്ടറീസ് 10% ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകൾ ആയതുകൊണ്ട് നമുക്ക് നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ഈ സ്റ്റോക്കുകളിൽ നമുക്ക് കീപ്പ് ചെയ്യാം. അതുപോലെ കഴിഞ്ഞ ആഴ്ചയിൽ 4 ഇൻസ്റ്റിറ്റ്യൂഷൻസിൻ്റെ ഡാറ്റ നോക്കുമ്പോൾ FIs കഴിഞ്ഞ ആഴ്ചയിൽ 5666.9 ക്രോസിൻ്റെ സെല്ലേഴ്സ് ആയിരുന്നു. അതേസമയം ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് 13,444 ക്രോസിൻ്റെ ബയേഴ്സും ആയിരുന്നു. അടുത്ത നമുക്ക് നിഫ്റ്റിയുടെ അനാലിസിസിലേക്ക് കടക്കാം. കഴിഞ്ഞ ആഴ്ചയിൽ നിഫ്റ്റി ക്ലോസ് ചെയ്തിരുന്നത് 29th ഓഗസ്റ്റിന് ക്ലോസ് ചെയ്തിരുന്നത് 24,426 ഫസ്റ്റ് സെപ്റ്റംബറിന് നിഫ്റ്റി 198 പോയിൻറ്റ്സ് ഉയർന്നാണ് ക്ലോസ് ചെയ്തത്. സെക്കൻഡ് സെപ്റ്റംബറിന് 45 പോയിൻറ്റ്സ് താഴ്ന്നും, തേർഡ് സെപ്റ്റംബറിന് 45 പോയിൻറ്റ്സ് താഴ്ന്നും, ഫോർത്ത് സെപ്റ്റംബറിന് 19 പോയിൻറ്റ്സ് ഉയർന്നും, ഫിഫ്ത്ത് സെപ്റ്റംബറിന് 6 പോയിൻറ്റ്സ് ഉയർന്നുമാണ് നിഫ്റ്റി 24,741 ക്ലോസ് ചെയ്തത്. അതായത് കഴിഞ്ഞ ആഴ്ചയിൽ 314 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് നിഫ്റ്റി ക്ലോസ് ചെയ്തത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ മന്ത്ലി ചാർട്ട് എടുക്കുമ്പോൾ നമുക്ക് കാണാം ഓഗസ്റ്റ് മന്തിൽ 341 പോയിൻറ്റ്സ് താഴ്ന്ന് ക്ലോസ് ചെയ്ത നിഫ്റ്റി സെപ്റ്റംബർ മന്തിൽ ഇപ്പോൾ 314 പോയിൻറ്റ്സ് കൂടെ ആഡ് ചെയ്താണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ നമ്മൾ നിഫ്റ്റിയുടെ വീക്കിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട DMAs മാർക്ക് ചെയ്തിരിക്കുന്നത് നോക്കുമ്പോൾ 200 DMA വരുന്നത് 24,092 20 DMA വരുന്നത് 24,707 100 DMA വരുന്നത് 24,792 50 DMA വരുന്നത് 24,963 നമ്മൾ ഡെയിലി ചാർട്ടിൽ പ്രധാനപ്പെട്ട സപ്പോർട്ട് റെസിസ്റ്റൻസ് ലെവലുകൾ മാർക്ക് ചെയ്യുമ്പോൾ പിവറ്റ് പോയിൻ്റ് ആയിട്ട് വരുന്നത് 24,718 ഈ ലെവലിന് മുകളിൽ റെസിസ്റ്റൻസ് ലെവലുകൾ 24,941 25,266 24,455 25,669 25,757 എന്നീ ലെവൽസാണ്. അതേസമയം 24,718 താഴെ സപ്പോർട്ട് ലെവലുകൾ 24,455 24,170 23,907 23,308 22,669 21,743 എന്നീ ലെവൽസാണ്. അപ്പോൾ അതേസമയം നമ്മൾ നെക്സ്റ്റ് വീക്കിലേക്ക് ഒരു വീക്കിലി റേഞ്ച് ഫിക്സ് ചെയ്യുമ്പോൾ അപ്പർ റേഞ്ച് 25,455 ലോവർ റേഞ്ച് 23,907 ആണ്. പിവറ്റ് പോയിൻ്റ് ആയിട്ട് നിൽക്കുക 24,718 ആയിരിക്കും. നെക്സ്റ്റ് നമുക്ക് അടുത്ത ആഴ്ചയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് സ്ട്രാറ്റജീസിലേക്ക് കടക്കുമ്പോൾ ഇന്നത്തെ നമ്മുടെ സ്റ്റോക്ക് ഓഫ് ദി വീക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് മോസ്ചിപ്പ് ആണ്. മോസ്ചിപ്പ് ടെക്നോളജീസ് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ ഇന്ത്യയിൽ പുതിയ ചിപ്പെല്ലാം ലോഞ്ച് ചെയ്യുന്ന ന്യൂസ് വന്നതിന് ശേഷം ഒരു അപ് ട്രെൻഡിലാണ്. കഴിഞ്ഞ ആഴ്ചയിൽ ഈ സ്റ്റോക്ക് 247 മൂവ് ചെയ്താണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ലെവലിന് മുകളിൽ മോസ്ചിപ്പിൻ്റെ അടുത്ത റെസിസ്റ്റൻസ് 275 അതുപോലെ നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്കായിട്ട് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്ന സ്റ്റോക്ക് ബിക്കാജി ഫുഡ്സ് ആണ്. ബിക്കാജി ഫുഡ്സ് കഴിഞ്ഞ ആഴ്ചയിൽ ക്ലോസ് ചെയ്തിരിക്കുന്നത് 800 ബിക്കാജി ഫുഡ്സ് ഈ ലെവലിന് മുകളിലേക്ക് മൂവ് ചെയ്താൽ അടുത്ത റെസിസ്റ്റൻസ് 880 ആയിരിക്കും. അതുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ട്രിപ്പിൾ ടെക്നിക്കൽ പിക്ക് ബിക്കാജി ഫുഡ്സ് ആണ്. അതുപോലെ നമ്മുടെ ഇന്നത്തെ സ്റ്റോക്സ് വിത്ത് ടെക്നിക്കൽ ബ്രേക്ക്ഔട്ട് ഏതൊക്കെയാണെന്ന് നോക്കാം. ഈ സ്റ്റോക്കുകൾ ലെമൺ ട്രീ, റിലാക്സോ ഫുട്വെയർസ്, എക്സൈഡ് ഇൻഡസ്ട്രീസ്, AB ക്യാപിറ്റൽ, അതുപോലെ അശോക് ലൈലൻഡ് എന്നീ സ്റ്റോക്കുകളാണ്. ഈ സ്റ്റോക്കുകളെല്ലാം ഒരു അപ് ട്രെൻഡിലുള്ള സ്റ്റോക്കുകളായതുകൊണ്ട് തന്നെ നമുക്ക് ഈ സ്റ്റോക്കുകളെ നമ്മുടെ വാച്ച് ലിസ്റ്റിൽ കീപ്പ് ചെയ്യാം. താങ്ക് യു. സെബി നൽകുന്ന രജിസ്ട്രേഷനും നിസം സർട്ടിഫിക്കേഷനും റിസർച്ച് അനലിസ്റ്റിന്റെ പ്രകടനത്തിന് ഒരു ഉറപ്പും നൽകുന്നില്ല. സെക്യൂരിറ്റീസ് മാർക്കറ്റുകളിലെ നിക്ഷേപം നഷ്ടസാധ്യതകൾക്ക് വിധേയമാണ്. നിക്ഷേപിക്കുന്നതിന് മുമ്പ് ബന്ധപ്പെട്ട എല്ലാ രേഖകളും ശ്രദ്ധാപൂർവം വായിക്കുക. ഇന്ന് ഉദ്ധരിച്ച സെക്യൂരിറ്റികൾ ഉദാഹരണങ്ങൾ മാത്രമാണ്, റെക്കമെൻഡേഷൻസ് അല്ല.